everyone, welcome to Masterminds Online Classes. അപ്പോൾ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ തേർഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേർഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള ബാങ്കിങ് എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ബാങ്കിങ്? നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതല്ലേ. നമ്മുടെ എല്ലാവർക്കും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ വളരെ വിരളായിരിക്കും അല്ലേ. നമുക്ക് 18 വയസ്സിന് ശേഷമാണ് നമ്മൾ സിംഗിൾ അക്കൗണ്ട് തുടങ്ങുക. അതിന് മുന്നേ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ജോയിൻ്റ് അക്കൗണ്ടൊക്കെ തുടങ്ങാറുണ്ട് അല്ലേ. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യില്ല, വളരെയധികം കുറവായിരിക്കും ഇന്നത്തെ കാലത്ത്. അപ്പോൾ എന്താണ് ബാങ്ക്? ബാങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, എങ്ങനെയാണ് ഇത് ഉണ്ടായത്, എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തുള്ള ബാങ്കുകൾ, ബാങ്കിങ് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ക്ലാസ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്നത്തെ ഒരു കാലത്ത് ഈ ഒരു മോഡേൺ വേൾഡിൽ ബാങ്കിങ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സാധനമാണ് അല്ലേ. ബാങ്കുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. എന്താണ് ബാങ്കുകളുടെ പ്രാധാന്യം? ഇമാജിൻ ദാറ്റ് യു ഹാവ് 10,000 that you do not need for an year and you want to earn money with it until then. ഊഹിക്കുക, ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണ്ട, ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് എന്തില്ല, ആ പണം ആവശ്യമില്ല. അതുപയോഗിച്ച് നിങ്ങൾക്ക് എന്തുണ്ടാക്കണം, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് അല്ലെങ്കിൽ അത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ പെർഹാപ്സ് യു വാണ്ട് ടു ബൈ എ ന്യൂ കാർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു പുതിയ കാറ് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കാം. നീഡഡ് ടു ബോറോ 5 lakh over 10 years അല്ലേ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു കാറ് വാങ്ങാൻ ആഗ്രഹമുണ്ട്. അതിന് നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ ഒരു 10 വർഷത്തേക്ക് കടം വാങ്ങണം. അതായത് നിങ്ങൾ 10 വർഷം കഴിഞ്ഞിട്ടേ ആ 5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു പുതിയ കാറ്, 5 ലക്ഷം രൂപ വിലയുള്ള ഒരു പുതിയൊരു കാറ് വാങ്ങാൻ താല്പര്യമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ബാങ്കുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, നമ്മൾ 10,000 രൂപ സൂക്ഷിക്കാനുള്ള ഒരാളെ കണ്ടെത്തണമായിരുന്നു. അല്ലെങ്കിൽ നമുക്കൊരു കാറ് വാങ്ങണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ തരാൻ തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മാത്രമല്ല അയാൾക്ക് 10 വർഷത്തിന് ശേഷം നമ്മൾ 5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഈ ടേംസും അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളെ നമ്മൾ നോക്കി നടക്കണം അല്ലേ. എനിക്കൊരു കാറ് വാങ്ങാൻ താല്പര്യമുണ്ട്, 5 ലക്ഷം രൂപയാണ് അതിൻ്റെ വില, 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കത് തിരിച്ചു തരാം, അപ്പോഴേക്ക് ഞാൻ തിരിച്ചു തരാം, അപ്പോൾ നിങ്ങൾ എനിക്ക് ഒരു 5 ലക്ഷം രൂപ കടം തരുമോ എന്ന് ചോദിച്ച് നമ്മൾ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളുകളോടൊക്കെ നമ്മൾ ചോദിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു അല്ലേ. അവിടെയാണ് ബാങ്കുകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. ഇപ്പോൾ ബാങ്കിങ് സംവിധാനം വളരെ വ്യാപകമായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്കൊരു കാറ് വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് അത് എവിടെയെങ്കിലും നിക്ഷേപിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് എവിടെ ചെല്ലാം, ഒരു ബാങ്കിനെ സമീപിച്ചാൽ മതി അല്ലേ. ആ ബാങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പൈസ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ നമുക്ക് പണം കടം വാങ്ങാം, വായ്പ വാങ്ങുകയൊക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ ബാങ്കിങ് സംവിധാനം നമ്മുടെ ലോകത്ത് മോഡേൺ വേൾഡിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. ഫൈൻഡിങ് എ പൊട്ടൻഷ്യൽ ബോറോവർ ഹു നീഡ്സ് എക്സാക്ട്ലി 10,000 ഫോർ എൻ ഇയർ അല്ലെങ്കിൽ എ ലെൻഡർ ഹു ക്യാൻ സ്പെയർ 15 lakh ഫോർ 10 years വുഡ് ബി ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ നമുക്ക് എന്താണ്, ഒരു കാറ് കടം വാങ്ങാൻ 5 ലക്ഷം രൂപ കടം തരുന്ന ഒരാളെയും അല്ലെങ്കിൽ 10,000 രൂപ കടം വാങ്ങാൻ താല്പര്യമുള്ള ഒരാളെയൊക്കെ അന്വേഷിച്ച് നടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ സമ്മൺ ഹു ആക്ടിങ് അലോൺ. ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോസിബിളും ആണ് അല്ലേ. എത്ര ആളുകളോട് നമ്മൾ ചോദിക്കും അല്ലേ. ചിലപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് തരാനുണ്ടാവില്ല. ഈ 5 ലക്ഷം രൂപ 2 ആളായിട്ടായിരിക്കും തരിക. മാത്രമല്ല അവർക്ക് ചിലപ്പോൾ 10 വർഷം ഞങ്ങൾ കാത്തിരിക്കാൻ റെഡിയല്ല, ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോഴേക്കേ തരികയാണെങ്കിലേ തരുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ പണം കടം വാങ്ങുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ബാങ്കുകൾ എന്താണ്,
ഇവിടെയാണ് ബാങ്കിങ് സംവിധാനത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാം, ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പണം കടം വാങ്ങാനും പറ്റും. നമുക്ക് നമ്മുടെ ഇത്ര വർഷത്തിനായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യും, അതിനനുസരിച്ച് അവരൊരു പലിശ നിരക്ക് ഈടാക്കും, നമുക്ക് എന്ത് ചെയ്യും, പൈസ കടം തരുകയും ചെയ്യും. ദിസ് ഈസ് വേർ ബാങ്ക്സ് കം ഇൻ ടു പ്ലേ. ഇവിടെയാണ് നമുക്ക് ബാങ്കുകളുടെ ഒരു പ്രാധാന്യം മനസ്സിലാകുന്നത്. ദ ഹോൾ ഫൈനാൻഷ്യൽ സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ ദി ബാങ്കിങ് സെക്ടർ. നമ്മുടെ ബാങ്കിങ് സെക്ടറിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഈ സമ്പദ് വ്യവസ്ഥ തന്നെ നിലനിന്ന് പോകുന്നത്. ബൈ ഓഫറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് ഹാസ് ആൻ ഇമ്പാക്റ്റ് ഓൺ നാഷണൽ എക്കോണമി. നമ്മുടെ ദേശീയ സമ്പദ് വ്യവസ്ഥയിൽ പണം കടം കൊടുത്തുകൊണ്ടും നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടും നമ്മുടെ മോഡേൺ എക്കോണമിയിൽ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പണം വളരെയധികം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ബാങ്കിങ് സെക്ടർ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് എവറി എക്കോണമി. എല്ലാ രാജ്യങ്ങളുടെയും ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടെല്ല് എന്ന് നമുക്ക് ബാങ്കിങ് സെക്ടറിനെ പറയാവുന്നതാണ്. ഓവർ $20 trillion ആർ തോട്ട് ടു ബി ഇൻവെസ്റ്റഡ് ഇൻ വേൾഡ് വൈഡ് ബാങ്കിങ് സെക്ടർ. നമ്മുടെ ലോകമെമ്പാടുമുള്ള ബാങ്കുകളിലായിട്ട് ഏകദേശം $20 trillion അധികം ക്യാഷ് നിക്ഷേപിക്കപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ആക്ടിവിറ്റീസ് ഓഫ് ബാങ്ക്സ് ഇൻ ദീസ് ഏരിയാസ് ഇൻക്ലൂഡ്. അപ്പോൾ ബാങ്കുകളുടെ ഒരു പ്രവർത്തന തലം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ട്രേഡ്, വ്യാപാരം, ഫിനാൻസ്, പണം കടം കൊടുക്കൽ, അല്ലെങ്കിൽ ഇൻഷുറൻസ് നൽകൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കുകൾ ഈ തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സോ വി ഷാൽ ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് ബാങ്കിങ്. നമ്മൾ ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? കോൺസെപ്റ്റ് ഓഫ് ബാങ്കിങ്. എന്താണ് ബാങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്? ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്, ഏതൊക്കെ തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് നമ്മുടെ ബാങ്കുകൾ സ്വീകരിക്കുന്നത്? ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, വാണിജ്യ ബാങ്കുകളിൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ, നമ്മുടെ SBI, ആക്സിസ് ബാങ്ക് ഒക്കെ അല്ലേ പോലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ, ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ദ സെൻട്രൽ ബാങ്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് ഏതാണ്, അല്ലെങ്കിൽ എഫെക്സ് ബാങ്ക് ഏതാണ്, അതിൻ്റെ ഫങ്ഷൻസ്, ഇറ്റ്സ് ഫങ്ഷൻസ്. ആൻഡ് മോണിറ്ററി പോളിസി. എന്താണ് മോണിറ്ററി പോളിസി? ഞാൻ നേരത്തെ കഴിഞ്ഞ ഇൻഫ്ലേഷൻ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ CRR SLR ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത യൂണിറ്റിൽ പഠിക്കുന്നു. അപ്പോൾ മോണിറ്ററി പോളിസി നമുക്ക് ഈ യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ബാങ്കിങ്? ഓക്കെ, according to some writers, the term bank is a shortened version of Latin word bancus or bank, which mean a bench. ബെഞ്ച്, ഒരു ബെഞ്ച് എന്നുള്ള അർത്ഥം വരുന്ന ബാൻകസ് അല്ലെങ്കിൽ ബാങ്ക് എന്നീ വാക്കുകളിൽ നിന്നാണ് ബാങ്ക് എന്ന് പറയുന്ന ഇന്നത്തെ വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്, ബാങ്ക് എന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചില എഴുത്തുകാരുടെ അഭിപ്രായം. The origins explanation is ascribed to the fact that Jews in Lombardy conducted their money exchange business on benches in marketplace. അതായത് ഇങ്ങനെ ഒരു ബെഞ്ച് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ബാങ്ക് ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ലൊംബാർഡിയിൽ ഉണ്ടായിരുന്ന ജൂതന്മാരൊക്കെ മാർക്കറ്റിൽ ബെഞ്ചുകളിൽ ഇരുന്നു കൊണ്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്, അവരുടെ ഈ എക്കണോമിക് ട്രാൻസാക്ഷൻ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ക്രയവിക്രയങ്ങളൊക്കെ നടത്തിയിരുന്നത്, പണം പരസ്പരം എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ആൻഡ് വെൻ ദിസ് വെഞ്ചർ ഫെയിൽഡ് ദ കമ്മ്യൂണിറ്റി ബേൺഡ് ദ ബാങ്കോ. എന്നാൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു പണം വാങ്ങലും കൊടുക്കലും ഒക്കെ പരാജയപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്തു, ഈ ഒരു ബാങ്കോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ എരിച്ചു കളഞ്ഞു അല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞുകയും ചെയ്തിരുന്നു. അതർ അതോറിറ്റീസ് ബിലീവ് ദാറ്റ് ജർമ്മൻ ടേം ബാക്ക്, വിച്ച് മീൻസ് ജോയിൻറ്റ് സ്റ്റോക്ക് ഫണ്ട്, എല്ലാവരുടെയും ഫണ്ട്, ജോയിൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ഫണ്ട്, എല്ലാവരുടെയും പണം സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ള ഒരു അർത്ഥമുള്ള ബാക്ക് എന്ന് പറയുന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ബാങ്ക് എന്ന വാക്കുണ്ടായതെന്ന് വേറെ ചില ആളുകൾ പറയുന്നുണ്ട്. ഈസ് വർ ബാങ്ക് ഒറിജിനലി കെയിം ഫ്രം, അതിൽ നിന്നാണ് ബാങ്ക് വന്നതെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ലേറ്റർ ദ വേർഡ് ബാക്ക് വാസ് ഇറ്റാലിയനൈസ്ഡ് ഇൻ ടു ബാങ്ക് വെൻ ദ ജർമ്മൻസ് ടുക്ക് ഓവർ ലാർജ് പോർഷൻ ഓഫ് ഇറ്റലി. എന്നിട്ട് പിന്നീട് ഇറ്റലിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും നമ്മുടെ ജർമ്മനി കൈക്കലാക്കിയപ്പോൾ ഈ ബാക്ക് എന്ന് പറയുന്ന വേർഡ് എന്തായി, ജർമ്മനി ഈ വാക്കിനെ നമ്മൾ ഇറ്റാലിയനൈസ് ചെയ്തു, ഇറ്റാലിയനിലേക്ക്
കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ബാങ്ക് എന്ന് വിളിക്കുകയാണ് എന്നാണ് വേറെ ചില ആൾക്കാർ പറയുന്നത്. Therefore, it is impossible to determine which of the opinion is true because there is no record to confirm the validity of any of these opinion. ഇതൊക്കെ എന്താണ്? അഭിപ്രായങ്ങളാണ്, ഒപ്പീനിയൻസ് മാത്രമാണ്. ഇതൊന്നും ഇതിലേതാണ് ശരി എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള തെളിവുകളൊന്നും തന്നെ നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും അഭിപ്രായങ്ങളാണ് ബാങ്കിൻ്റെ ഒറിജിൻ, ബാങ്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ ഒറിജിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. Banking can be defined as the process of creating, storing and managing money. എന്താണ് ബാങ്കിങ്? ബാങ്കിങ് എന്ന് പറയുന്നത് the process of creating, storing and managing money ആണ്. അതായത് പണത്തെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ പണത്തെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. Making money available for lending is a cost-effective function that banker perform. ഒരു ബാങ്കർ കൈകാര്യം ചെയ്യുന്ന, നിർവഹിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് മേക്കിംഗ് മണി അവൈലബിൾ ഫോർ ലെൻഡിങ്, പണം വായ്പ നൽകുന്നതിന് വേണ്ടി അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഒരു ബാങ്കർ നിർവഹിക്കുന്ന ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു മാനേജിങ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ പണം മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, സൂക്ഷിക്കുക എന്നതിനപ്പുറം ബാങ്കിങ് പെർഫോംസ് സെവറൽ അതർ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്, വേറെയും ഒരുപാട് പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കുകൾ നിർവഹിക്കുന്നുണ്ട്. സച്ചസ് ഫോറിൻ മണി ട്രാൻസ്ഫേഴ്സ്, വിദേശ പണം കൈകാര്യം ചെയ്യൽ, അല്ലെങ്കിൽ വിദേശ പണം നമുക്ക് പണവുമായിട്ട് എക്സ്ചേഞ്ച് കൺവേർട്ട് ചെയ്ത് തരല്, അങ്ങനെ വിദേശ പണവുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്ഫറും ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? ബാങ്കുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്. അപ്പോൾ എന്താണ് ബാങ്ക് എന്ന് നമ്മൾ പറഞ്ഞു? പണം സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ പണം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പണം മാനേജ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്കിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് എന്ന്, അല്ലേ? നിക്ഷേപം സ്വീകരിക്കുക, ആളുകളുടെ കയ്യിൽ നിന്ന് നിക്ഷേപം സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് പണത്തിൻ്റെ ഒരു ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് എന്ത് ചെയ്യും? നമ്മുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും, അല്ലേ? ഫ്യൂച്ചർ ആവശ്യത്തിനോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴും ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മളത് പിൻവലിക്കുകയും ചെയ്യും. അപ്പോൾ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? പണം സൂക്ഷിക്കുക അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ആണ്. ബാങ്കിങ് ആൻഡ് മണി ആർ നൗ എ പാർട്ട് ഓഫ് അവർ ഡെയിലി ലൈഫ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്? പണം അല്ലെങ്കിൽ ബാങ്കിങ് ഒക്കെ മാറിയിട്ടുണ്ട്. വെൻ വി ഡെപ്പോസിറ്റ് മണി വിത്ത് ബാങ്ക് ഇറ്റ് ഈസ് കെപ്റ്റ് സേഫ്. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് പണം നിക്ഷേപിക്കുമ്പോൾ അതെന്താണ്? സുരക്ഷിതമായിട്ട് വെക്കാറുണ്ട്. ആൻഡ് ഓവർ ടൈം ഇറ്റ് ഓൾസോ അക്രൂസ് ഇൻട്രസ്റ്റ്. മാത്രമല്ല നമുക്ക് എന്ത് കിട്ടും? കുറച്ച് കാലം കഴിയുന്തോറും നമുക്കതിന് പലിശയും കിട്ടും. മാസത്തിലായിരിക്കും ചിലപ്പോൾ പലിശ നിരക്ക് ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ കാലം കഴിയുന്തോറും, മാസങ്ങൾ കഴിയുന്തോറും നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന പണത്തിന് പലിശയും നമുക്ക് ലഭിക്കാറുണ്ട്. ദിസ് ഈസ് റെഫേർഡ് ടു ആസ് ഡെപ്പോസിറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നിക്ഷേപം എന്ന് പറയുന്നത്. നമ്മൾ ബാങ്കിൽ പണം കൊണ്ടുപോയി സൂക്ഷിക്കുകയും അതിന് പണം ബാങ്ക് നമുക്ക് മാസാമാസം കുറച്ച് പലിശയായിട്ട് തരുന്ന ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ബാങ്ക് ഗിവ്സ് ഈച്ച് ഡെപ്പോസിറ്റ് എ സ്പെഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ. ഓരോ തരത്തിലുള്ള നിക്ഷേപങ്ങൾക്കും ഗവൺമെൻറ് ഓരോ തരത്തിലുള്ള നിക്ഷേപങ്ങൾക്കും നമ്മുടെ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേക തരത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ തിരിച്ചറിയലാണ് നൽകുന്നത്. ദാറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ആൻ അക്കൗണ്ട്, അല്ലേ? നമ്മൾ ഓരോരുത്തരും പണം സേവ് ചെയ്യുന്നത് വ്യത്യസ്ത തരത്തിലുള്ള അക്കൗണ്ടുകളിലായിരിക്കും, അല്ലേ? നമ്മളെല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൻ്റെ ആ ഒരു ബുക്ക് എടുത്ത് നോക്കിയാൽ അതിൽ ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്നുള്ളിടത്ത് പലതും ആയിരിക്കും, അല്ലേ? ചിലരുടെ സേവിങ് അക്കൗണ്ട് ആയിരിക്കും, ചിലരുടെ കറണ്ട് അക്കൗണ്ട് ആയിരിക്കും. അങ്ങനെ ഡെപ്പോസിറ്റുകളും അല്ലെങ്കിൽ അക്കൗണ്ടുകൾ, ബാങ്കുകളിലുള്ള അക്കൗണ്ടുകളും ബാങ്ക് അക്കൗണ്ടുകളും ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തമായിരിക്കും. പൊതുവായിട്ട് നോർമലായിട്ട് എല്ലാവരുടെയും കാണാൻ എന്താ? സേവിങ് ഡെപ്പോസിറ്റാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യാറുണ്ട്? ഓരോ വ്യക്തിയുടെയും നിക്ഷേപം ഓരോ തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ ഐഡൻറ്റിഫിക്കേഷനിലാണ് സൂക്ഷിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ട് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഓരോരുത്തരും പണം നിക്ഷേപിക്കുന്നത് അവനവൻ്റെ അക്കൗണ്ടുകളിലായിരിക്കും, അല്ലേ? ഓരോരുത്തർക്കും ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. എ ഡിസ്റ്റിങ്ക്റ്റ് അക്കൗണ്ട് കറസ്പോണ്ട് ടു ഈച്ച് ഡെപ്പോസിറ്റ്, അല്ലേ? ഓരോ നിക്ഷേപത്തിനും ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ
തരത്തിലുള്ള അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇഫ് യു ഹാവ് എവർ ഓപ്പൺഡ് ആൻ അക്കൗണ്ട് വിത്ത് വൺ ഓഫ് ദി ഇന്ത്യൻ ബാങ്ക്സ്, നമ്മൾ എപ്പോഴെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ പ്രോബബ്ലി അവെയർ ഓഫ് ദി വെറൈറ്റി ഓഫ് ഓഫേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ദാറ്റ് ബാങ്ക് പ്രൊവൈഡ്. ബാങ്കുകൾ നമുക്ക് നൽകുന്ന വ്യത്യസ്ത തരത്തിലുള്ള സേവനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എന്തായിരിക്കും, ബോധവാന്മാരായിരിക്കും അല്ലേ. നമ്മൾ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ബാങ്കുകാർ നമുക്ക് പറഞ്ഞു തരാറുണ്ടാവും അല്ലേ, ഈ ഏത് അക്കൗണ്ടാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സേവിങ് അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ ഇതാണ്, അതിൻ്റെ പ്രാധാന്യം ഇതാണ്, അതിൻ്റെ മെച്ചം ഇതൊക്കെയാണ്. കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ മെച്ചം ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ തരത്തിലുള്ള അക്കൗണ്ടിനും ഓരോ തരത്തിലുള്ള മെച്ചമുണ്ട്, അതുപോലെ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ബാങ്കിൽ പോയാൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. These offers are designed to draw variety of customers with various needs. അപ്പോൾ ഓരോ കസ്റ്റമറിൻ്റെയും ആവശ്യം ഓരോ തരത്തിലുള്ളതായിരിക്കും അല്ലേ. എനിക്ക് പണം സൂക്ഷിക്കേണ്ട ആവശ്യം വേറെ ആയിരിക്കും, ചിലപ്പോൾ വേറൊരാൾക്ക് പണത്തിൻ്റെ സൂക്ഷിക്കേണ്ട രീതി വേറെ ആയിരിക്കും. അപ്പോൾ ഓരോ ആളുകളും സ്പെഷ്യലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിനും വ്യത്യസ്തത ഉണ്ടായിരിക്കും. നമ്മുടെ ആവശ്യങ്ങളുടെ അനുസരിച്ചിട്ടുള്ള ഡെപ്പോസിറ്റുകളായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ അക്കൗണ്ടുകളായിരിക്കും നമുക്ക് ബാങ്കിൽ നിന്ന് ഉണ്ടായിരിക്കുക അല്ലേ. യു ക്യാൻ ഡെപ്പോസിറ്റ് മണി ഇൻ ടു ആൻ അക്കൗണ്ട് അറ്റ് എ ബാങ്ക് ആൻഡ് ദെൻ ടേക്ക് ഇറ്റ് ഔട്ട് ആസ് നീഡഡ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം, അതിൽ നമ്മുടെ ഡെപ്പോസിറ്റ്, നമ്മുടെ പണം നമുക്ക് നിക്ഷേപിക്കാം, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് പുറത്തെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യാം. യു മൈറ്റ് നോട്ട് ബി ഒബ്ലിജ്ഡ് ടു കീപ്പ് എനി ബാലൻസ് ഇൻ സം അക്കൗണ്ട്. ചില ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് സീറോ ബാലൻസ് ആയിരിക്കും അല്ലേ, ഒരു അക്കൗണ്ട് ബാലൻസ് നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല ചില അക്കൗണ്ടിൽ. എന്നാൽ വൈൽ മെയിൻറ്റെയിനിങ് സ്പെസിഫിക് ബാലൻസ് ഇൻ അതേഴ്സ്, എന്നാൽ വേറെ ചില ബാങ്കുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് അക്കൗണ്ട് ചില ബാലൻസ് സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ട് വരാറുണ്ട് അല്ലേ. അപ്പോൾ ചില അക്കൗണ്ടിൽ നമ്മൾ സീറോ ബാലൻസ് ആയിരിക്കും, ചില അക്കൗണ്ടുകളിൽ എന്താണ്, നിശ്ചിത ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇൻ സിമിലർ വേ you may be required to pay a withdrawal fee for some account while being able to readily take money from others. അപ്പോൾ അതുപോലെ തന്നെ ചില ബാങ്കുകളിൽ നമ്മൾ പോകുമ്പോൾ സാധനങ്ങൾ നമുക്ക് പണം പിൻവലിക്കേണ്ടതുണ്ടെങ്കിൽ, വിത്ഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്പെഷ്യൽ ഫീ കൊടുക്കേണ്ടി വരും. എന്നാൽ ചിലതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് പണം പിൻവലിച്ച് പോരുകയും ചെയ്യാം. അപ്പോൾ ചില ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ഫീ വാങ്ങിക്കാറുണ്ട്, പണം പിൻവലിക്കുന്നതിന് ഫീ വാങ്ങിക്കും. ചില ബാങ്കുകളിൽ എന്താണ്, ഫ്രീ ആയിട്ട് നമുക്ക് പണം വിത്ഡ്രോ ചെയ്ത് പോരുകയും ചെയ്യാം. ഇൻ അഡീഷൻ സം അക്കൗണ്ട്സ് ഹാവ് നോ ട്രാൻസാക്ഷൻ റെസ്ട്രിക്ഷൻ. അതുപോലെ തന്നെ ചില ബാങ്കുകളിൽ ചില ടൈപ്പ് ഓഫ് അക്കൗണ്ടിൽ എന്താണ്, നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും അല്ലേ, എപ്പോൾ വേണമെങ്കിലും പണം നിക്ഷേപിക്കാം, അതുപോലെ തന്നെ എത്ര വേണമെങ്കിലും പിൻവലിക്കുകയും ചെയ്യാം. ഇതിന് ലിമിറ്റ് ഉണ്ടാവില്ല, ഒരു പരിധി ഉണ്ടാവാറില്ല. എന്നാൽ whereas others have daily or monthly transaction caps. എന്നാൽ വേറെ ചില ബാങ്ക് അക്കൗണ്ടുകളിൽ എന്താണ്, ഒരു മാസം നിങ്ങൾക്ക് ഇത്ര തവണ മാത്രമേ പണം പിൻവലിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടാവും. എന്നാൽ വേറെ ചില അക്കൗണ്ടുകളിലോ അങ്ങനെ ഒരു പരിധി ഉണ്ടാവില്ല, നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാനും സാധിക്കും. Therefore there are 4 main forms of bank deposits. അപ്പോൾ ഇങ്ങനെ ഓരോ ബാങ്ക് അക്കൗണ്ടിൻ്റെയും സവിശേഷതകൾ എന്താണ്, വ്യത്യസ്തമാണ്. അപ്പോൾ ഈ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റിനെ 4 തരംതിരിച്ചിട്ടുണ്ട്. That are traditionally available in India on the basis of purpose they serve. അപ്പോൾ അവർ സെർവ് ചെയ്യുന്ന ഈ അക്കൗണ്ടുകളുടെ സവിശേഷതകളും അല്ലെങ്കിൽ ഈ അക്കൗണ്ടുകളുടെ ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ബേസിക്കലി ട്രഡീഷണലി നമുക്ക് എത്ര തരത്തിലുള്ള അക്കൗണ്ട് ഉണ്ട്, 4 തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കൂ, 4 തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഫസ്റ്റ് വൺ ആണ് സേവിങ് ഡെപ്പോസിറ്റ്, സെക്കൻഡ് വൺ കറണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് തേർഡ് വൺ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫോർത്ത് വൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നിങ്ങനെ 4 തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ആണ് നമുക്ക് ബാങ്കിൽ തുടങ്ങാൻ സാധിക്കുക. നിക്ഷേപങ്ങൾ, നമ്മുടെ പൈസ നിക്ഷേപിക്കാൻ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 4 തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഫസ്റ്റ് വൺ സേവിങ്സ് ഡെപ്പോസിറ്റ്. എന്താണ് സേവിങ് ഡെപ്പോസിറ്റ്, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം.
This deposit is appropriate for those who have a reliable source of income and desire to save some money. ഇത്തരം അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു സേവിങ് അക്കൗണ്ട് എന്ന് പറയുന്നത് ആർക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? ഹു ഹാവ് റിലയബിൾ സോഴ്സ് ഓഫ് ഇൻകം, ഒരു വിശ്വസിക്കാൻ പറ്റുന്ന റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം, വരുമാന സ്രോതസ്സുള്ള, അതുപോലെ തന്നെ ദോസ് ഹു ഹാവ് ഡിസയർ ടു സേവ് മണി, പണം സേവ് ചെയ്യണം, സമ്പാദിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്കാണ് സേവിങ് അക്കൗണ്ട് തുടങ്ങാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ആളുകൾ ഇവരാണ്. അതായത് നമുക്കൊരു നിശ്ചിത വരുമാനമുണ്ട്, നമുക്ക് അതിൽ നിന്ന് കുറച്ച് പൈസ സേവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾ സേവിങ് അക്കൗണ്ടാണ് തുടങ്ങുക. ഭൂരിഭാഗം ആളുകളുടെയും ബാങ്ക് അക്കൗണ്ട് ബുക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്നുള്ളിടത്ത് സേവിങ് അക്കൗണ്ട് ആയിരിക്കും. നോർമലി തുടങ്ങുക എന്താണ്? സേവിങ് അക്കൗണ്ടാണ്. ബാക്കിയുള്ള 3 അക്കൗണ്ടുകൾ വേറെ പല പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മളത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, റെഗുലർ വേജ് ഏർണേഴ്സ് ചൂസ് സേവിങ് അക്കൗണ്ട്സ് ബിക്കോസ് ദേ ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദം. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ആളുകളൊക്കെ ഏതാ ചൂസ് ചെയ്യുന്നത്? സേവിങ് അക്കൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്. അതാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സേവിങ് അക്കൗണ്ടാണ്. A minimal initial deposits which varies from bank to bank is typically required to create saving bank account. ഒരു ബാങ്കിൽ നമ്മൾ പോയി നമുക്കൊരു സേവിങ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ബാങ്കിലും വ്യത്യസ്തമായിരിക്കുമെങ്കിലും ഒരു നിശ്ചിത മിനിമം ബാലൻസ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് വേണം അല്ലേ? നമ്മളെല്ലാവരും ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ പോയപ്പോൾ ചില ബാങ്കിൽ അത് 1000 രൂപയൊക്കെ ആയിരിക്കും, ചില ബാങ്കിൽ 500 രൂപ മതിയായിരിക്കും. അപ്പോൾ ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് അല്ലേ, തുടക്കത്തിൽ നമ്മൾ കുറച്ച് രൂപ നിക്ഷേപിക്കേണ്ടതുണ്ട്. ഒരു സേവിങ് അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് എമൗണ്ട് അവിടെ നിക്ഷേപിക്കണം. ഡിപ്പെൻഡിങ് ഓൺ ബാങ്ക് ടു ബാങ്ക് മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് മൈറ്റ് വാരി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓരോ ബാങ്കിലും വ്യത്യസ്തമായിരിക്കും. ചില ബാങ്കിൽ 1000, ചില ബാങ്കിൽ 600 മതിയാവും, ചില ബാങ്കിൽ 100 മതിയാവും, ചില ബാങ്കിൽ 0 ബാലൻസ് ആയിട്ട് തുടങ്ങാൻ പറ്റും. ബാങ്കിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഇൻ ടു യുവർ സേവിങ് അക്കൗണ്ട് എനി ടൈം. നമ്മളൊരു സേവിങ് അക്കൗണ്ട് അങ്ങനെ നമ്മൾ ബാങ്കിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അക്കൗണ്ടിൽ പോയിട്ട് നമുക്ക് പണം നിക്ഷേപിക്കാൻ, ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. The interest is paid on the remaining balance in your account. നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് അതിനനുസരിച്ചാണ് നമുക്ക് എന്ത് കിട്ടുക? പലിശ ലഭിക്കുന്നത്. ആൻഡ് ഈസ് ഏൺഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻട്രസ്റ്റ് റേറ്റ് ദാറ്റ് ബാങ്ക് ഓഫേഴ്സ്. ഓരോ ബാങ്കും ഓരോ മാസം ഇത്ര പലിശയാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ചില ബാങ്കിലെ പലിശ 2% ചിലയിടത്ത് 6%. അപ്പോൾ ആ പലിശ നിരക്കിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ബാങ്കിലുള്ള ബാങ്ക് ബാലൻസ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന് മുകളിൽ നമുക്ക് പലിശയും മാസാമാസം ലഭിക്കും. മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് അറ്റ് എനി മൂമെൻറ്റ് ഇൻ ടു ദിസ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണം ഇത്തരം സേവിങ് അക്കൗണ്ടിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പറ്റുന്നു. അഡീഷണലി സം ബാങ്ക്സ് പ്രൊവൈഡ് യുണീക്ക് സേവിങ് അക്കൗണ്ട്സ് ഫോർ വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ്. അപ്പോൾ വ്യത്യസ്തരായിട്ടുള്ള സാമൂഹ്യ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ബാങ്കുകൾ സവിശേഷമായിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള അക്കൗണ്ടുകൾ, സേവിങ് അക്കൗണ്ടുകൾ നൽകാറുണ്ട്. സച്ച് ആസ് വിമൺ, സീനിയർ സിറ്റിസൺസ്, ചിൽഡ്രൻ. കുട്ടികൾക്കായിട്ടുള്ള അക്കൗണ്ട് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സീനിയർ സിറ്റിസൺസ് വയസ്സായ ആളുകൾക്കോ അല്ലെങ്കിൽ വുമൺസ് സ്ത്രീകൾ അക്കൗണ്ട് തുടങ്ങുമ്പോഴൊക്കെ ബാങ്കുകൾ പല ഓഫേഴ്സും നമുക്ക് സേവിങ് അക്കൗണ്ട് തുടങ്ങുമ്പോൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. ഈച്ച് ഹാസ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് വിത്ഡ്രോവൽ ക്യാപ്പ്. അപ്പോൾ ഓരോ കുട്ടികളുടെ വിത്ഡ്രോവൽ ക്യാപ്പ് ആയിരിക്കില്ല നോർമൽ ആളുകൾക്കുള്ളത്, സ്ത്രീകൾക്കുള്ള വിത്ഡ്രോവൽ ക്യാപ്പ് ആയിരിക്കില്ല വയസ്സായ ആളുകൾക്കുള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ വിത്ഡ്രോവൽ ലിമിറ്റ് അല്ലേ, പണം പിൻവലിക്കുന്നതിനുള്ള ലിമിറ്റ്, പരിധി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. യു മേ ഹാവ് മെനി ഓപ്ഷൻസ് ഫോർ ടേക്കിംഗ് മണി ഔട്ട് ഓഫ് ദിസ് അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ഒരു സേവിങ് അക്കൗണ്ട് തുടങ്ങി നമ്മളതിൽ പൈസ ഇട്ടു. നമുക്ക് നമ്മുടെ കയ്യിൽ ആ പൈസയ്ക്ക് അനുസരിച്ച് എത്ര രൂപയാണോ നമ്മുടെ ബാങ്കിലുള്ളത് അതിനനുസരിച്ച് നമുക്ക് പലിശയൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പണം പിൻവലിക്കാൻ സാധിക്കും അല്ലേ? നമ്മുടെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാറുണ്ട് അല്ലേ? പലതരത്തിലെടുക്കാം. എങ്ങനെയൊക്കെ എടുക്കാം? റൈറ്റിംഗ് എ ചെക്ക്, ബാങ്കിൽ പോയിട്ട് ഒരു ചെക്ക് എഴുതി കൊടുത്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ യൂസിങ് ആൻ ATM കാർഡ്. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതൊക്കെ ആയിരിക്കും അല്ലേ? ഗൂഗിൾ പേ അല്ലെങ്കിൽ ATM കാർഡൊക്കെ ആയിരിക്കും നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. സൈനിങ് എ വിത്ഡ്രോവൽ ഫോം, അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വിത്ഡ്രോവൽ ഫോം ഫില്ല് ചെയ്തിട്ട് നെറ്റ് ബാങ്കിങ് അല്ലേ? നെറ്റ് ബാങ്കിങ് ആണ്, ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ,
പേടിഎം, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് ഉപയോഗിക്കാം. SMS ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു SMS വരുന്നു, അതിനനുസരിച്ച് നമുക്ക് മൊബൈൽ ബാങ്കിങ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ UPI ആപ്ലിക്കേഷൻസ്, UPI പേയ്മെൻറ്റുകളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പണം സേവിങ് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കുന്നു. The frequency and size of withdrawals from a saving account varies from bank to bank. അപ്പോൾ എത്ര പണം വരെ നമുക്ക് പിൻവലിക്കാം, ഒരു മാസം അല്ലെങ്കിൽ ഇതിന് ഒരു മാസം എത്ര പണം പിൻവലിക്കാം, അല്ലെങ്കിൽ ഒരു ആഴ്ച എത്ര പണം പിൻവലിക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം എത്ര പണം പിൻവലിക്കാം, ഇതൊക്കെ ഓരോ ബാങ്കിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ ബാങ്കിൻ്റെയും പോളിസികൾക്കനുസരിച്ച് ഈ വിത്ഡ്രോവൽ പരിധി അല്ലെങ്കിൽ പിൻവലിക്കൽ പരിധി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് സേവിങ് ഡെപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് പണമുണ്ട്, നമുക്കത് സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ സേവിങ് അക്കൗണ്ട് തുടങ്ങിയാൽ മതി അല്ലേ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പണം എന്ത് ചെയ്യാൻ പറ്റും, നിക്ഷേപിക്കാൻ പറ്റും. എന്നാൽ പണം പിൻവലിക്കുന്നതിന് എന്തുണ്ട്, ഒരുപാട് പരിധികളൊക്കെ ഉണ്ട്. ഒരു മാസം ഒരു 5 തവണ അല്ലെങ്കിൽ 6 തവണയൊക്കെ പിൻവലിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്ര രൂപയെ പിൻവലിക്കാൻ പാടുള്ളൂ, എന്നിങ്ങനെയുള്ള പരിധികളൊക്കെ എന്തിനുണ്ടാവും, നമ്മുടെ സേവിങ് അക്കൗണ്ടിന് ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് കറണ്ട് ഡെപ്പോസിറ്റ്. എന്താണ് കറണ്ട് ഡെപ്പോസിറ്റ് നോക്കാം. ബിഗ് ബിസിനസ്മെൻ, കോർപ്പറേഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് ലൈക്ക് ഹോസ്പിറ്റൽസ്, കോളേജസ് ആൻഡ് സ്കൂൾസ് ആർ റിക്വയർഡ് ടു മേക്ക് പേയ്മെൻറ്റ്സ് യൂസിങ് ദെയർ ബാങ്ക് അക്കൗണ്ട്. ആരാണ് കറണ്ട് ഡെപ്പോസിറ്റ് തുടങ്ങുന്നത്? ബിഗ് ബിസിനസ്മാൻ അല്ലേ, വലിയ വലിയ ബിസിനസ്സുകാർ, അല്ലെങ്കിൽ കോർപ്പറേഷൻസ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ, കോർപ്പറേറ്റ് കമ്പനികൾ അല്ലേ, ഹോസ്പിറ്റലുകൾ, അല്ലെങ്കിൽ കോളേജ്, ഇവരൊക്കെയാണ് എന്ത് സംഭവിക്കുക, കറണ്ട് ഡെപ്പോസിറ്റ് എടുക്കുന്നത്. കറണ്ട് അക്കൗണ്ട് എടുക്കുക, ഒരു ബാങ്കിൽ പോയിട്ട് കറണ്ട് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് വലിയ വലിയ ബിസിനസ്മാൻമാർ, അല്ലെങ്കിൽ കമ്പനികൾ, അല്ലെങ്കിൽ കോളേജുകൾ, ഹോസ്പിറ്റലുകളൊക്കെയാണ്. എന്താണ് ഇവരുടെയൊക്കെ പ്രത്യേകത? They cannot open a saving account. അവർക്കൊരു സേവിങ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കില്ല. എന്ത് കാരണം കൊണ്ട്? Since there are limitations on the number of withdrawals that can be made. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും പണം നിക്ഷേപിക്കാം, പക്ഷേ പിൻവലിക്കുന്നതിന് ഒരുപാട് പരിധികളുണ്ട് അല്ലേ. ഒരു മാസം ഇത്ര ഒരു ലക്ഷം അല്ലെങ്കിൽ ഇത്ര ലക്ഷം പിൻവലിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര തവണയെ ബാങ്കിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിധികൾ എന്തിനുണ്ട്, സേവിങ് അക്കൗണ്ടിനുണ്ട്. അപ്പോൾ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ പെട്ടെന്ന് പണം അൺലിമിറ്റഡ്, ചിലപ്പോൾ ഒരു ദിവസം തന്നെ 3-4 തവണ പണം പിൻവലിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന് എന്താണ്, ഒരു ലാഭം കിട്ടുമ്പോൾ ഒരുപാട് തവണ പണം നിക്ഷേപിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഒരുപാട് പണം തുക പിൻവലിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സേവിങ് അക്കൗണ്ട് എന്തല്ല, അനുയോജ്യമല്ല. അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ത്, കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. They must have access to an account that allow unlimited withdrawals for them. അപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട്, പരിധിയില്ലാതെ നമുക്ക് എത്ര വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുന്ന ഒരു അക്കൗണ്ട് ആയിരിക്കണം ഈ ബിസിനസ്മാൻമാരും ഹോസ്പിറ്റൽസ് ഓണേഴ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അല്ലേ. Similar to saving account, one also need maintain a minimum deposit to be made upon starting account. അപ്പോൾ നമ്മൾ സേവിങ് അക്കൗണ്ട് തുടങ്ങുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ കറണ്ട് അക്കൗണ്ട് തുടങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു മിനിമം ഡെപ്പോസിറ്റ് ഇടണം, ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ഇടണം അല്ലേ. നമ്മൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ കുറച്ച് തുക എന്ത് ചെയ്യണം, ബാങ്കിൽ നിക്ഷേപിക്കേണ്ടതുണ്ട് കറണ്ട് അക്കൗണ്ട് തുടങ്ങുമ്പോഴും. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. The fact that banks do not offer an interest on a current account is a drawback. അപ്പോൾ സേവിങ് അക്കൗണ്ടിനെ പോലെ കറണ്ട് അക്കൗണ്ട് ഓണേഴ്സിന് അവരുടെ ഡെപ്പോസിറ്റിന് മുകളിൽ, അവരുടെ നിക്ഷേപത്തിന് മുകളിൽ പലിശയൊന്നും ലഭിക്കില്ല. നമ്മൾ സേവിങ് അക്കൗണ്ട് പറഞ്ഞിരുന്നു അല്ലേ, അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എത്രയാണോ അവരുടെ ബാങ്കിൽ ബാലൻസ് അതിനനുസരിച്ച് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ്, പലിശ കിട്ടുന്നുണ്ട്. എന്നാൽ കറണ്ട് അക്കൗണ്ട് ഓണേഴ്സിന് എന്ത് ലഭിക്കുന്നില്ല, അങ്ങനെ അവരുടെ ഡെപ്പോസിറ്റിന് മുകളിൽ പലിശയൊന്നും തന്നെ ലഭിക്കുന്നില്ല. Moreover, banks impose high charges for maintenance and services of current account. അപ്പോൾ കറണ്ട് അക്കൗണ്ട് നിലനിർത്തുന്നതിന് വേണ്ടി അത്തരം അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ല ചാർജസും, ഹയർ ചാർജസ്, സർവീസ് ചാർജ്, എല്ലാ ബാങ്കുകളും അവർ നൽകുന്ന സേവനങ്ങൾക്കായിട്ട് എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു 30-50 രൂപ അല്ലെങ്കിൽ അത്രയൊക്കെ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിത്ഡ്രോ ചെയ്യുന്നുണ്ട് അല്ലേ, അവർ നൽകുന്ന സേവനങ്ങൾക്ക് പകരമായിട്ട് സർവീസ് ചാർജ് ആയിട്ട്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ സർവീസ് ചാർജ് എന്താണ്, കൂടുതലാണ്, സേവിങ് അക്കൗണ്ടുകാരെക്കാളും കൂടുതൽ എമൗണ്ട് ആണ്. One benefit of current account is the feature known as overdraft facility. അപ്പോൾ ഈ ഒരു കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്, ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റിയാണ്.
എന്താണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി? ബാങ്ക്സ് പെർമിറ്റ് വിത്ഡ്രോവൽസ് ഇൻ എക്സസ് ഓഫ് ഡെപ്പോസിറ്റ്സ് സം ഓഫ് ഫോർ ദി കൺവീനിയൻസ് ഓഫ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. അപ്പോൾ അക്കൗണ്ട് ഹോൾഡേഴ്സ്, കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ സൗകര്യാർത്ഥം അവരുടെ ബാങ്കിൽ എത്രയാണോ തുക ബാലൻസ് ആയിട്ടുള്ളത്, എത്രയാണോ അവർ നിക്ഷേപിച്ചിട്ടുള്ളത്, അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് അവരെ പിൻവലിക്കാൻ അല്ലെങ്കിൽ വിത്ഡ്രോ ചെയ്യാൻ അനുവദിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ബിസിനസ്സുകാരാണല്ലോ ഇത് ഓപ്പറേറ്റ് ചെയ്യുക, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എനിക്കൊരു 15 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് 10 ലക്ഷം എൻ്റെ അക്കൗണ്ടിലുള്ളൂ അല്ലേ, എന്നിരുന്നാലും എനിക്ക് 15 ലക്ഷം രൂപ എന്ത് ചെയ്യാൻ പറ്റും? പിൻവലിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. This overdraft facility is permitted to some customers and up to the certain limit. അപ്പോൾ ഈ എത്രയും ഇങ്ങനെ പിൻവലിക്കാൻ പറ്റണമെന്നില്ല, നമ്മൾ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം എക്സ്ട്രാ നമുക്ക് പിൻവലിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് മുൻകൂറായിട്ട് പെർമിഷൻ ഇതിൽ നിന്ന് എടുക്കണം. ഇങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂർ ആയിട്ട് അവിടെ ബാങ്കിൽ പോയിട്ട് നമുക്ക് അതിനുള്ള പെർമിഷൻ എടുക്കണം. സബ്ജക്റ്റ് ടു പ്രയർ അറേഞ്ച്മെൻറ്റ് വിത്ത് ദ ബാങ്ക്. നമ്മൾ പറഞ്ഞ പോലെ ബാങ്കുമായിട്ട് ഇത് പ്രയറായിട്ട് നേരത്തെ തന്നെ ബാങ്കുമായിട്ട് നമ്മൾ ഇതിങ്ങനെ ഒരു അഗ്രിമെൻറ്റ് വെച്ചാൽ മാത്രമേ, അങ്ങനെ പെർമിഷൻ എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ബാങ്കിങ്, അതുപോലെ തന്നെ 2 ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് അല്ലേ, സേവിങ് ഡെപ്പോസിറ്റ് എന്താണ്, കറണ്ട് ഡെപ്പോസിറ്റ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അൺടിൽ ദെൻ ബൈ, സീ യു.